സമൂഹത്തിലെ ദുർബലരും നിരാലംബരുമായവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പൊതുപ്രവർത്തകർക്കാകണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സഹജീവികളുടെ ഇല്ലായ്മകളെ പരിഗണിച്ചു മാത്രം ജീവിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരാണ് സമൂഹത്തെ പ്രസാദാത്മകമാക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മികച്ച ശ്രേണിയിലാണ് CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരുടെ സങ്കടം എത്ര വലിയ സങ്കടമായിരിക്കും. നമ്മൾ പണ്ട് പറയും 6 അടി മണ്ണ് പോലും ഇല്ല. 6 അടി മണ്ണ് മരിക്കുമ്പോൾ കുഴിച്ചിടാനാണ്. മരിക്കുമ്പോഴല്ല ഭൂമി വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് വീട് വെക്കാൻ ഒരു ഭൂമി വേണ്ടത്. യഥാർത്ഥത്തിൽ ആ ഭൂമി വേണം. ആ ഭൂമിയിൽ 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു വീടുണ്ടാക്കി കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരായുള്ളത്? അവർക്കതിന് കഴിയുന്നില്ല. നിസ്സഹായരായ മനുഷ്യർ. നമ്മൾ അത് കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നെ എന്താണ് അതിനർത്ഥം? നമ്മൾ പൊതുപ്രവർത്തകരാകുന്ന ആളുകൾ നമുക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ വിഷയം അല്ലാതെ എന്ന് വിചാരിക്കും. അത് വേറെ ആരുടെയോ വേറെ ഏതോ കുടുംബത്തിലുള്ള ഒരു വിഷയമായി കണക്കാക്കാം. പക്ഷെ യഥാർത്ഥ ഒരു പൊതുപ്രവർത്തകനും നന്മ നിറഞ്ഞ ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സങ്കടം നമ്മുടെ സങ്കടമായി മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പമ്പാവാസൻ നായർ അദ്ദേഹം ബിസിനസ് ചെയ്ത് അദ്ദേഹം ധനികനായ ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ധനികരായ ആളുകളുണ്ട്. ധനികരായ ആളുകൾ പലരും ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരുടെ ഗണത്തിൽ, നല്ല മനുഷ്യരുടെ ശ്രേണിയിലാണ് അദ്ദേഹം എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും ഭാര്യയും 2 മക്കളും അവരും ചേർന്ന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാനുള്ളൊരു താല്പര്യം തീർച്ചയായും കാണിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ മാതാപിതാക്കളുടെ പേരിൽ, മാതാപിതാക്കളോട് ഇതിനേക്കാളും വലിയൊരു ആദരവ് ഒരു മകൻ എങ്ങനെയാണ് കാണിക്കുന്നത്? അവരുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പാവങ്ങളെ സഹായിക്കുമ്പോൾ ആ പാവങ്ങളുടെ പ്രാർത്ഥനകളാണ് ആ മാതാപിതാക്കൾക്ക് കൂടി ലഭ്യമാകുന്നത്. എടുത്ത തീരുമാനങ്ങൾ എന്ത് പ്രതിബന്ധം വന്നാലും നിശ്ചയദാർഢ്യത്തോടെ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് CMN ട്രസ്റ്റ് ചെയർമാനും ഗൾഫ് വ്യവസായിയുമായ പമ്പാവാസൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഭവന പദ്ധതി അടക്കമുള്ള സഹായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രസ്റ്റിന് സാമൂഹിക പ്രവർത്തകർ ഒന്നടങ്കം നൽകുന്ന പിന്തുണ പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നേക്കാൾ വളരെ ആഴത്തിലും ഗ്രാവിറ്റിയോടെയും അദ്ദേഹം പഠിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനും ഗോപിയേട്ടനും പിന്നെ അഡ്വക്കേറ്റ് ബാലേട്ടനും ഒക്കെ പാടി ഇരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മൾ യാത്രകൾക്കിടയിൽ മനസ്സിലാക്കിയ പല കാര്യങ്ങളും അദ്ദേഹം വളരെ ആഴത്തിൽ ഗ്രാവിറ്റിയോടെ പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനപ്പുറം നമുക്കെല്ലാവർക്കും അറിയാം, കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ എടുത്ത നല്ല തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തടസ്സങ്ങൾ നേരിടുമ്പോൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ വരുമ്പോൾ കൃത്യമായ വസ്തുതകൾ നിരത്തി, നമ്മൾ പറയില്ല, ഒരു പേമാരി പെയ്തിറങ്ങുന്ന പോലെ അവയെ മറികടക്കാനുള്ള അനിതര സാധാരണമായ അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. 13 കുടുംബങ്ങൾക്ക് പുതിയ വീടുകളുടെ താക്കോലുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമ്മാനിച്ചു. ട്രസ്റ്റ് പുതിയതായി നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധാരണാപത്രവും ചടങ്ങിൽ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി N. ഷംസുദ്ദീൻ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി KA. തുളസി, MLA-മാരായ M. വിൻസെന്റ്, P. മമ്മിക്കുട്ടി, അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, VT ബൽറാം, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് PK. കൃഷ്ണദാസ്, ട്രസ്റ്റി കലാ പമ്പാവാസൻ എന്നിവർ സംസാരിച്ചു.
CMN ട്രസ്റ്റി വിഘ്നേഷ് പമ്പാവാസൻ സ്വാഗതവും മാനേജർ സന്തോഷ് കയറാട്ട് നന്ദിയും അറിയിച്ചു. പ്രണവും ശശിയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് അവതരണവും രാജ് കലേഷിന്റെ മാജിക് ഷോയും അനുബന്ധമായി നടന്നു. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.